നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശനങ്ങളിൽ ചെന്ന് ചാടാറുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത്. താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് 3-ാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത്. സോഷ്യൽ മീഡിയ ഇപ്പോൾ കാത്തിരിക്കുന്നത് ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും ആദ്യത്തെ കൺമണിയെ കാണാനാണ്. ഈ അടുത്താണ് ദിയ കൃഷ്ണ ഗർഭിണിയാണെന്ന വാർത്ത താരങ്ങൾ പുറത്തുവിടുന്നത്. നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടി അഹാന കൃഷ്ണയുടെ സഹോദരിയുമായ ദിയ സോഷ്യൽ മീഡിയയിലും ഇന്നും താരമാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് അശ്വിനും ദിയയും. ഇപ്പോഴത്തെ ഗർഭകാലത്തെ ആദ്യത്തെ 3 മാസത്തെക്കുറിച്ചുള്ള ദിയയുടെ അശ്വിന്റെയും വീഡിയോ ചർച്ചയായി മാറുകയാണ്. ലക്ഷണങ്ങളൊന്നുമില്ലാതെ ബോറടിച്ചിരുന്നപ്പോൾ നടത്തിയൊരു ടെസ്റ്റിലാണ് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് ദിയ പറയുന്നത്. ആദ്യത്തെ നാളുകളിലെ മൂഡ് സ്വിങ്സിനെ കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട്. എപ്പോഴും കരച്ചിലായിരുന്നു. ഒരിക്കൽ താൻ കരയുന്നത് ഇഷാനി കണ്ടതിനെക്കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: മൂഡ് സ്വിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലായ്പ്പോഴും കരയുകയായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ കരയുന്ന സമയത്ത് എന്നെ കളിയാക്കുന്ന ആളായിരുന്നു ഇഷാനി. ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ താമസിക്കാൻ ചെന്നപ്പോൾ അച്ഛന്റെ റൂമിലായിരുന്നു. അച്ഛൻ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല, ഡൽഹിയിലായിരുന്നു. ഇവരും ഉണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ആയിരുന്നു. സ്ഥിരം കരയുന്നത് പോലെ അന്നും ഞാൻ കരയുകയായിരുന്നു. പതിവ് പോലെ ഞാൻ കരയുമ്പോൾ ഇവൻ ആശ്വസിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ച കൂടി എല്ലാ ദിവസവും താൻ ഒരാഴ്ച എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞാണ് ഞാൻ കരയുന്നത്. എനിക്ക് എന്റെ പഴയ ജീവിതം തിരികെ വേണം, എനിക്ക് പഴയ ദിയ കൃഷ്ണ തന്നെയാകണം, എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയായിരുന്നു. ഈശാനി സ്റ്റെപ്പ് കയറി വരുമ്പോൾ കാണുന്നത് ഇരുട്ടത്തിരുന്ന് കരയുന്ന എന്നെയാണ്. എന്നെ കണ്ടതും നീ കരയുന്നോ എന്ന് ചോദിച്ചു. ഞാൻ കരുതി തീർന്നു, ഇന്ന് എനി കളിയാക്കി കൊല്ലും എന്നായിരുന്നു. എന്നാൽ എന്ത് പറ്റി, എന്തിനു കരയുന്നുവെന്ന് ഇഷാനി ചോദിച്ചു. ഇഷാനി, എനിക്കിത് പറ്റുന്നില്ല, എനിക്ക് എന്റെ പഴയ ജീവിതം വേണം, എനിക്ക് നിങ്ങളെയൊക്കെ പോലെ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു. വീട്ടിലെ ഏറ്റവും വെകിളിയാണ് ഞാൻ. രാവിലെ പോയാൽ രാത്രിയാകും വരിക. ഞാൻ ലോക്ക്ഡൌണിനേക്കാൾ വലിയ ലോക്ക്ഡൌണിലായിപ്പോയി. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പുറത്ത് ഇറങ്ങാലോ, ഇപ്പോൾ ഛർദ്ദിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ഇഷാനി പറഞ്ഞു. ഇഷാനി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇഷാനിക്ക് തന്നെ ചമ്മലായി. ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇഷാനി പെട്ടെന്ന് പോയി. ഇഷാനിക്ക് പോലും അന്ന് കളിയാക്കാനായില്ല. ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ദിയ പറയുന്നത്. അതേസമയം ജൂലൈയിലാണ് ബേബി വരുന്നത്. തീയതി അപ്പോൾ അറിയിക്കുന്നതായിരിക്കുമെന്നും താരം പറയുന്നുണ്ട്. ആദ്യത്തെ 3 മാസത്തെ കടമ്പ കടന്ന് ഇപ്പോൾ താൻ വളരെ സന്തുഷ്ടയാണെന്നും ദിയ പറയുന്നുണ്ട്. അതേസമയം ദിയ ഗർഭിണിയാണെന്ന കാര്യം അറിയിച്ചപ്പോൾ അമ്മ സിന്ധു കൃഷ്ണ നിശബ്ദയായി പോയെന്നും പ്രോസസ് ചെയ്യാൻ അരമണിക്കൂർ വേണ്ടി വന്നുവെന്നും ദിയയും അശ്വിനും പറയുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.